ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് സ്കൂൾ വിട്ടൊന്നുള്ള പരിപാടിയാണ് മീനിന് വെള്ളം വറ്റുന്നത്. അപ്പം ബാ അവിടെ വെക്കും. ഇതേ മീനിൻ്റെ കല്ല്, ഇത് നമ്മൾ മീനിനെ പിടിച്ചിട്ടേക്കണം. അപ്പോൾ ഇതിന്നൊരു മീൻ നമ്മൾ കിണറ്റിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ആ മീനാണ് ഇത് കിടന്ന് ഈ വലിയ മീൻ നീളം കൂടിയതോ പോകും. അതുകൊണ്ട് അങ്ങ് പോകും. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കിടക്കുന്നു. അപ്പം ഇതും കാർപ്പ്, ഇത് ആണ് ഗോൾഡ് ഫിഷ്, ഇത് പെൺ ഗോൾഡ് ഫിഷ്. അപ്പോൾ ബാക്കി ഇത്രയും ഗപ്പി, മിക്സ്ഡ് ഗപ്പി, സാധാ ഗപ്പി എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ തോട്ടിലെ ഫിഷുണ്ട്. അപ്പോൾ നമ്മൾ നത്തയ്ക്ക മുട്ട ഇട്ടിട്ടുള്ളത് അതിൻ്റെ കാണുന്ന മുട്ട, അതുകൊണ്ട് ഇതിനുണ്ടെ കൊണ്ടത് മുട്ട ഇട്ട് വെച്ചേക്കാൻ സംഭവം ഇതാ കിടക്കണം. നത്തയ്ക്കകൾ മീനിത് ഇതിന്നൊരു വലിയ മീനുണ്ട്. അത് കണ്ടുകൂടാ, കിട്ടിയ വലുതിനെ പിടി. അതുകൊണ്ട് പായ കുറേ നമ്മളങ്ങ് മീനിനെ ക്വാളിറ്റി തിന്നായിട്ട് കൊടുത്തു. ഫാസ്റ്റ് പിടിക്കണ്ട. അപ്പോൾ വാ, നമ്മളത് വെള്ളം തേടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പാവക്കൈനെ കൊണ്ടുവന്ന് കിണറ്റിനകത്തേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. റിലീസ് ചെയ്യാനാടി പാവക്കൈയിൽ കിണറ്റിനകത്തുള്ളത് റിലീസ് ചെയ്യണം. പാവക്കൈയിൽ കിണറ്റിനകത്ത് കൊണ്ടുവന്ന് റിലീസ് ചെയ്യട്ടാ. ബ്ലറാണല്ലോ. അപ്പോൾ നമ്മളെ പാവക്കൈയിൽ കിണറ്റിനകത്തേക്ക് റിലീസ് ആകുമ്പോൾ ഹാപ്പി ആയിട്ട് നടക്കാൻ പോകുന്ന കിണറ്റിനകത്തേക്ക്. പക്ഷെ അവൻ പിടിയിട്ടാൻ വേണ്ടി പിടിയിട്ട പുള്ളിയാണ്. ഇങ്ങനെയൊക്കെ പിടിക്കൊടുക്കണ്ടേ, പിടിക്കാറില്ല, പിടി തന്നില്ല. എത്തിയാണ് കര പോണോ? നിങ്ങളുടെ ഒന്നേ ചിന്നു ഇങ്ങോട്ട് വാ, ക്യാമറമാൻ ഇങ്ങോട്ട് വരൂ, വീഡിയോ പാവക്കൈയിൽ പിടിക്കാൻ കിട്ടണേ. അത് നമ്മൾ കൊണ്ടുവന്ന് കിണറ്റിനകത്തൊക്കെ റിലീസൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റൊക്കെ നമ്മൾ പാവക്കൈ ഇവിടെ കിട്ടുന്നില്ല. അപ്പം അടുത്ത് നമ്മൾ പാവക്കല്ലിനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിണറ്റിനകത്തോണ്ട് റിലീസ് ചെയ്യാം. വാ, അത് ഇങ്ങോട്ടും നമ്മുടെ കിണർ ഇവിടെയാണ്. അപ്പം അങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ട്. അവൾ പറ്റിയ നല്ല ലോകത്തിലേക്ക് നമ്മളവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുറച്ച് ഗപ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗപ്പി അവിടെ അവിടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് നമ്മൾ പാവക്കൈനെ റിലീസൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്കിനി മേലെ പോയി ഇനി ഒരു മീനുണ്ട്, അത് ടൈഗർ ഫിഷ്. അത് കിണറ്റിനകത്തിട്ടുണ്ടോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചിട്ട്